മരത്തിൽ നിന്ന് വീണ ഒരു മനുഷ്യന് 20 പൊട്ടലുണ്ട് പോലും. കോട്ടയം മെഡിക്കൽ കോളേജിലെ ആൽവിൻ ഡോക്ടർ ഈ മനുഷ്യനെ കൈയൊഴിഞ്ഞു. സജിത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. സജിത്ത് കള്ളൻ എന്ന ഫ്രാഡ് സൗഖ്യമാക്കി എഴുന്നേൽപ്പിച്ച് ഓടിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ മുന്നമേ കണ്ടിരിക്കും. 10 രൂപ എടുത്ത് നട്ടലിന് പൊട്ടില്ല. എഴുന്നേറ്റ് നടക്കാൻ ഒരു വഴിയില്ല. നടക്കില്ല ഡോക്ടർ പറഞ്ഞു. എഴുന്നേറ്റ് നടക്കയില്ലെന്ന് വൈദ്യശാസ്ത്രം വിധിച്ചിരിക്കുകയാണ്. ഒരിക്കലും നടക്കാൻ പറ്റത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ഒരിക്കലും നടക്കാൻ പറ്റില്ലെന്ന ഡോക്ടർ. എവിടെയാ ചികിത്സ ചെയ്യുന്നത്? എവിടാ ചികിത്സ? കോട്ടയം മെഡിക്കൽ കോളേജില്. ഏതാ ഡോക്ടറാ? ആൽബിൻ ഡോക്ടർ ആയിരുന്നു. നമുക്കിന്ന് യേശു എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ മകൻ എഴുന്നേറ്റ് നടക്കും. യേശുവിന്റെ നാമത്തിൽ വാ, യേശുവിന്റെ നാമത്തിൽ വാ മകനെ. പറ്റും 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 പറ്റും. എല്ലാ ഡിസപ്പോയിന്റ്മെന്റ്സും മാറ്റിക്കോ. പറ്റും പറ്റും. ചാടി എഴുന്നേക്ക്, ചാടി എഴുന്നേക്ക്, ചാടി എഴുന്നേക്ക്, ചാടി എഴുന്നേക്ക്. ഓ ഓ യേശുവേ, യേശുവേ എന്ന് വിളിച്ച് തിരിച്ചു വാ, തിരിച്ചു വാ, തിരിച്ചു വാ, തിരിച്ചു വാ. ഓയ് തിരിച്ചു. ഓ ഓടുന്നു, 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 ഓടുന്നു. ഹല്ലേലൂയ. ഇനി ആൽവിൻ എന്നൊരു ഡോക്ടർ മെഡിക്കൽ കോളേജിൽ, കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരു യൗവനക്കാരൻ സമയം കണ്ടെത്തി ചെന്ന് അന്വേഷിച്ച് അങ്ങനെ ഒരു ഡോക്ടർ ഇല്ല എന്നുള്ളൊരു തെളിവ് പുള്ളി പുറത്തു വിട്ടു. ഞാനും നിങ്ങളെ കാണിക്കാം. ഇതിൻ്റെ സത്യാവസ്ഥ എന്തായാലും അറിയണമല്ലോ. നേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വെച്ചടിച്ചു. അവിടെ ഓർത്തോയുടെ ഹെഡായിട്ടുള്ള ടിജി തോമസ് സാറിനെ കണ്ടു. അദ്ദേഹമാണ് ഓർത്തോയുടെ ഹെഡ്. ഞാൻ ഈ വീഡിയോ എല്ലാം കാണിച്ച് ഇങ്ങനൊരു വീഡിയോ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട്. പക്ഷേ അത് ഉറപ്പിച്ച് പറയുന്നു, ഈ ആൽവിൻ എന്ന് പറയുന്ന ഡോക്ടർ ഈ മെഡിക്കൽ കോളേജിലേ ഇല്ല. കാരണം 25 വർഷമായിട്ട് ആ മെഡിക്കൽ കോളേജിൽ തന്നെ അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ പോലും ഇങ്ങനെ ഡോക്ടറാണ്. ഒരു കാര്യം ഉറപ്പായത്, അങ്ങനെ ഒരു രോഗിയെ ആ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിട്ടേ ഇല്ല. കാരണം ഒരുപാട് രീതിയിൽ അന്വേഷണമൊക്കെ ഞങ്ങൾ ആ മെഡിക്കൽ കോളേജിൽ നടത്തി. അങ്ങനെ ഒരു സൂചന പോലും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. അങ്ങനെ ഡോക്ടർ പോലും ഇല്ല. സാറേ, അവിടെ സാറിന്റെ ഈ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് അനുസരിച്ച് അവിടെ ആൽവിൻ എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഉണ്ടോ സാർ? ആൽവിൻ ഡോക്ടർ ഇല്ല. അല്ല, ഒന്നുമില്ല സാർ. ഇപ്പോഴുണ്ടോന്നാണോ? ഇപ്പൊ ഇല്ല, ഇപ്പോഴില്ല സാറേ. അതിനകത്ത് ഒരു തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുവാണ് എന്ന് പറഞ്ഞ ഒരു സജിത്ത് ബാസു എന്ന് പറഞ്ഞ ഒരു കക്ഷി. അയാൾ എനിക്കറിയാമില്ല. അങ്ങനെ ഒരു ഡോക്ടർ ഉള്ളതായിട്ട് എന്റെ ഓർമ്മയിലില്ല. അതായത് അവിടെ ഒരു ഫാക്കൽറ്റി ആയിട്ട് ആൽവിൻ ഡോക്ടർ ഉള്ളതായിട്ട് എന്റെ ഓർമ്മയിലില്ല. സാർ ഒത്തിരി വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പൊ സാറിന്റെ പരിചയം ഉണ്ടെന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതേ ഉള്ളൂ. എനിക്ക് ഓർമ്മയില്ല. എനിക്ക് സത്യമായിട്ട് ഓർമ്മയില്ല. അതാ കാര്യം. ഏതായാലും ഡോക്ടർമാരായിട്ട് ആരും ഇവിടെ ഇല്ല, എനിക്കറിയാം. അതായത് ഔദ്യോഗിക സ്ഥാനത്ത് അധ്യാപകരായിട്ട് ആരുമില്ല. ബാക്കിയെല്ലാം പിള്ളേരാ കേട്ടോ. ശരി സാറേ, ശരി, താങ്ക് യു. ഈ അന്വേഷണത്തിന് എനിക്ക് ബോധ്യമായതും അല്ലെങ്കിൽ ആ ഡോക്ടറുടെ വാക്കിൽ നിന്ന് മനസ്സിലായതും അങ്ങനെ ഒരു രോഗി അവിടെ വന്നിട്ടുമില്ല, അങ്ങനെ ഒരു ഡോക്ടർ അവിടെ ഇല്ലാതായി. എന്തുകൊണ്ട് ഇതെല്ലാം തുറന്ന് കാണിച്ചു തരുന്നു? ശുശ്രൂഷ അനുഭവത്തിൽ നിന്ന് ഒന്നും മറച്ചു വയ്ക്കാതെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. സ്റ്റേജിൽ ആൾ കയറ്റി അത്ഭുതങ്ങളും അടയാളങ്ങളും കാട്ടിക്കൂട്ടി വാടകയ്ക്ക് ആളുകളെ വിളിച്ച് അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുത്ത് പലരെ ഇങ്ങനെ എഴുന്നേൽപ്പിച്ച് കാണിച്ച് നിങ്ങളുടെ പൈസകളും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ആഭരണങ്ങളും എല്ലാം സ്വന്തമാക്കുന്ന എല്ലാവരും, ഇവന്മാരെല്ലാം പക്ക ഫ്രോഡുകളും കള്ളത്തനങ്ങളുമാണെന്ന് ഞാൻ ഇതിനകത്ത് നിന്ന് പഠിച്ചിട്ട് തുറന്ന് കാണിക്കുന്നു. ഇതുപോലെ ചെന്ന് കണ്ടെത്തി പറയാൻ ഒരുപാട് കാര്യമുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ബൈബിളിൽ നിന്ന് ഇവന്മാരെല്ലാം കള്ളത്തനത്തിൻ്റെയും പൊള്ളത്തനത്തിൻ്റെയും പറ്റിക്കലിൻ്റെയും വഞ്ചനയുടെയും ആളുകളാണ്. ആരെ പേര് പറഞ്ഞ്? യേശുവിൻ്റെ പേര് പറഞ്ഞു. അതിന് ചില തെളിവുകൾ നിരത്തി ഞാൻ നിങ്ങൾക്ക് തരുന്നത് വരും കാലങ്ങളിൽ നിങ്ങൾ രക്ഷപ്പെടണമെന്നുള്ളതിൻ്റെ ഒരൊറ്റ ആഗ്രഹം കൊണ്ടാണ്. അപ്പോസ്തല പ്രവൃത്തി 14:15 നിങ്ങൾ വായിക്കുക. അപ്പോസ്തലനായ പൗലൂസ് ഇവന്മാർ ചെയ്യുന്നതിനേക്കാളും വലിയൊരു ക്രിയേറ്റീവ് മിറക്കിൾ ചെയ്തു. ലൂസ്ര എന്ന പട്ടണത്തിൽ ഒരു മുടന്തനെ എഴുന്നേൽപ്പിച്ചു നടത്തി. നാട്ടുകാരെല്ലാം കൂടെ വലിയ സിദ്ധനാണെന്ന് പറഞ്ഞ് ഇവരെ കൊണ്ട് മുകളിൽ നിർത്തി പൂമാലയൊക്കെ അണിയിച്ച് പുതിയ പേരൊക്കെ ഇട്ട്, ചന്ദ്രൻ ഇന്ദ്രൻ എന്നൊക്കെ പേരൊക്കെ ഇട്ട് വലിയ ബഹുമാനം കൊടുത്തപ്പോൾ അവരുടെ ഹൃദയം തകർന്നു. ഇവന്മാരുടെ ഹൃദയമൊന്നും തകരില്ല. കാര്യം ഇവന്മാർക്ക് യേശു ക്രിസ്തുവായിട്ട് ഒരു ബന്ധമില്ലാത്തതുകൊണ്ട് തകരില്ല. പൗലൂസിൻ്റെ ഹൃദയം തകർന്നു. പൗലൂസ് പറഞ്ഞെങ്ങനെയാണ്, പുരുഷന്മാരെ നിങ്ങളീ ചെയ്യുന്നതെന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവം ഉള്ളവരത്രേ, ഞങ്ങളെ നിങ്ങൾ ഒരു വെറൈറ്റി ആയിട്ട് കാണരുതെന്നാണ്.
ഈ വർത്തകാര്യം നിങ്ങളിങ്ങനെ ഞങ്ങളെ ബഹുമാനിച്ച് പൂമാല ഇട്ട് പേരൊക്കെ മാറ്റി പുകഴ്ത്തുന്ന ഈ വർത്തകാര്യം വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലതയും ഉണ്ടാക്കിയ ദൈവത്തിങ്കലേക്ക് തിരിയണമെന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. ചരിത്രത്തിൽ ഇന്ന് വരെ സജിത്തോ ഈ പറയുന്ന പക്ക ഫ്രോഡുകളോ മുകളിൽ ആളുകളെ കയറ്റി നിർത്തി ഈ കാണിക്കുന്ന കോപ്രായത്തനങ്ങൾ വാടകയ്ക്ക് ആളുകളെ വിളിച്ചു വരുത്തി പരിപാടികളൊക്കെ ചെയ്യുന്ന ഇവരോ ഇന്നു വരെ സുവിശേഷ സത്യം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പറഞ്ഞാൽ അവരുടെ സാമ്പത്തികം എല്ലാം കാര്യമായി ബാധിക്കുമെന്ന് കരുതി അത് മറച്ചു വയ്ക്കുന്നു. അപ്പോൾ സുവിശേഷം എന്ന് പറയുന്ന കീ പോയിൻ്റ്, തുറന്ന സത്യം നിങ്ങൾ എന്തെന്നെങ്കിലും ഒരു അല്പം അറിയും. യോഹന്നാൻ സുവിശേഷം 5:39 യേശുക്രിസ്തു യഹൂദന്മാരുമായിട്ട് നടന്നൊരു സംവാദം അതിനകത്തുണ്ട്. അതിൽ യേശു അവരോട് പറഞ്ഞൊരു കാര്യം, യഹൂദന്മാരോട്, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അതിൽ നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അപ്പോൾ തിരുവെഴുത്ത് കാര്യമായി ശോധന ചെയ്താൽ മനുഷ്യൻ്റെ നിത്യജീവൻ്റെ സത്യമാണ് അതിന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അവസാനിക്കുന്ന ഒരു ജീവിതം വീണ്ടും തുടർന്നു പോകുന്നു. നിത്യതയിൽ ശരീരം ഉപേക്ഷിക്കപ്പെടുന്നു, ആത്മാവിന് ഒരു നിത്യത ഉണ്ട് എന്ന് തെളിയിക്കുന്ന സത്യം യേശുക്രിസ്തുവിൽ നിന്നാണ് നമുക്ക് കിട്ടിയത്. തിരുവെഴുത്തുകളെ പരിശോധന ചെയ്യുന്നു, അവയിൽ നിത്യജീവൻ ഉണ്ട് നിങ്ങൾ നിരൂപിക്കുന്നില്ല, അത് സത്യമല്ലോ എന്നാണ് അർത്ഥം. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു, നാക്ക് യേശുവിന് സാക്ഷ്യം പറയുന്നു. നിത്യജീവൻ തരാൻ നമുക്ക് അവകാശപ്പെട്ട ഒരാൾ യേശു മാത്രമാണ്. സാക്ഷ്യം പറയുന്നു. എന്നാൽ ജീവൻ പ്രാപിക്കാൻ എൻ്റെ അടുക്കൽ വരാൻ നിങ്ങൾക്ക് മനസ്സില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, 20-22 വർഷം ഇവരെയൊക്കെ പിറകെ നടന്ന് ഞാൻ പല കാര്യങ്ങളും മനസ്സിലാക്കി. പണമല്ലാതെ ഇതിനകത്ത് ഒരു പരിപാടികളുമില്ല. സുവിശേഷത്തിൻ്റെ സത്യങ്ങൾ തുറന്നു പറയാറില്ല. പ്രാപിച്ചോ, പിടിച്ചോ, പുതിയത് വിദേശത്ത് നിന്നെ ദൈവം അവിടെ വലിച്ചെറിയാൻ പോകുന്നു, റിസീവ്. യവന്മാരെ ഈ പദങ്ങൾ കേട്ട് ഞാനും കുറേ കാലം പ്രാപിച്ചു. എന്താണ് പ്രാപിക്കാൻ പറഞ്ഞതെന്ന് ഇവർക്ക് പോലും അറിയില്ല. യേശുക്രിസ്തു പ്രാപിക്കാൻ പറഞ്ഞ ഒരൊറ്റ കാര്യവും പ്രാപിക്കത്തക്കവണ്ണം ഇന്ന് വരെ ഇവർ പ്രസംഗിച്ചിട്ടില്ല. ജീവൻ പ്രാപിക്കാൻ എൻ്റെ അടുക്കൽ ആരും വരാൻ മനസ്സില്ല. സജിത്തിന് മനസ്സില്ല. ഇവനെപ്പോലെ ആളുകൾ സ്റ്റേജിന് മുകളിൽ കയറ്റി നടത്തി ഈ കാണിക്കുന്ന കോപ്രായത്തനം കാണിക്കുന്ന ഒരുത്തനും മനസ്സില്ല. സ്റ്റേജിലേക്ക് കയറ്റുമ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് അതിനു മുമ്പ് സ്ഥലം വിട്ടുകൊള്ളുക. ഇവന്മാരൊന്ന് സ്റ്റേജിൽ കയറ്റിയിട്ടുണ്ടോ നിങ്ങളുടെ കുടുംബം തകർന്നു കഴിഞ്ഞു. കാര്യം വെറും ഫ്രോഡ് പരിപാടിക്കാണ് മുകളിൽ വിളിച്ചു കയറ്റുന്നത്. അപ്പോൾ എന്താണ് ജീവൻ പ്രാപിക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞത്? സത്യം പറഞ്ഞാലല്ലേ പ്രാപിക്കാണ്ട് നിങ്ങൾ അറിയൂ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ജീവൻ പ്രാപിക്കണമെങ്കിൽ കാര്യം തിരിച്ചറിയണം. അത് ചെയ്യണമെങ്കിൽ വചനം നിങ്ങൾ വായിക്കണം. അതായത് ഒരു മനുഷ്യൻ വന്ന് ചോദിക്കുന്നു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു പറഞ്ഞു, നീ ദൈവത്തെ സ്നേഹിക്കണം, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അപ്പോൾ യേശു അതിനെ ക്ലാരിറ്റി വരുത്തി തെളിയിക്കുന്നത് ശമരിയാക്കാരൻ്റെ ഉപമയിലൂടെയാണ്. ഒരു പുരോഹിതൻ കണ്ടിട്ട് കാണാതെ പോയത്, ഒരു ലേവ്യൻ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോയത്, ഒരു ശമരിയാക്കാരൻ ദൈവമായിട്ട് വലിയ ബന്ധമില്ല എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഈ മനുഷ്യൻ അവിടെ വീണ് കിടക്കുന്ന മനുഷ്യനെ എടുത്ത് അവൻ്റെ ധനം, അവൻ്റെ സമയം, അവൻ്റെ എല്ലാം കൊടുത്ത് അവനെ രക്ഷ ചെയ്തു. നീയും അതുപോലെ ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് നിത്യജീവൻ പ്രാപിക്കാൻ കഴിയും. നീ അങ്ങനെ തന്നെ ചെയ്യുക. അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്താൽ ഇവരെ പോക്കറ്റ് കാലിയാകും. മനസ്സിലായോ? അങ്ങനെ തന്നെ നിന്റെ ധനവും സമ്പത്തും സ്വത്തും തകർന്നു കിടക്കുന്നവനും മുറിവ് കെട്ട ഉപയോഗിച്ചാൽ സ്തോത്രക്കാഴ്ചയോ ദശാംശമോ കിട്ടാത്തത് കൊണ്ട് കള്ളന്മാർ ജീവൻ പ്രാപിക്കുന്ന കാര്യം പറയില്ല. ഒരു ശമരിയ സ്ത്രീയോട് യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്ന ഒരു നാളും ദാഹിക്കില്ല. ആ വെള്ളം എനിക്ക് തരണമേ. അപ്പോൾ യേശു പറഞ്ഞു, ഭർത്താവിനെ വിളിച്ചുകൊണ്ട് പോവാ, എനിക്ക് ഭർത്താവില്ല. നീ പറഞ്ഞ ശരി, നിനക്ക് ഭർത്താവില്ല, സത്യം ശരിയാണ്.
എന്ന് പറയുക, അവളെ പാപത്തെ ഉണർത്തുന്ന ഒരു സംഭവമുണ്ട്. അതിൽ പറയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ കൊടുക്കുന്ന ഈ വെള്ളം കുടിക്കുന്നവന് അവൻ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന ഉറവയായി തീരും. എന്തുകൊണ്ടിത് പ്രാപിക്കത്തക്കവണ്ണം നിത്യജീവൻ്റെ സത്യം തുറന്നു പറയുന്നില്ല. ഇവിടെ അവസാനിക്കുന്ന ഒന്ന് ഇതിന് ശേഷം തുടങ്ങുന്നു, അവസാനം വരെ നിലനിൽക്കുന്നു. ആ ഒരു ജീവൻ തരാൻ യേശുവിന് മാത്രമേ കഴിയൂ. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു. ഇപ്പോൾ ഈ സ്ത്രീ നോക്കി നോക്ക്, ഈ ലോകത്തിലെ വെള്ളമല്ല, ഞാൻ തരുന്ന വെള്ളം കുടിക്കാൻ വേണ്ടി പറഞ്ഞു. ആ വെള്ളം എന്താണ്? നിത്യജീവൻ. വേദപുസ്തകത്തിൽ യേശുവിൻ്റെ ശുശ്രൂഷയിൽ ഏറ്റവും വലിയ അത്ഭുതം നാറ്റം വച്ച ശരീരമായ ലാസറിനെ ഉയർപ്പിച്ചതാണ്. അവിടെ നിങ്ങൾ വായിച്ചു നോക്ക്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്ന് യേശു ഉറപ്പിച്ചു പറയുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതിനു വേണ്ടിയാണ് യേശുവിൻ്റെ പിറകെ വരേണ്ടത്. മറ്റുള്ളതെല്ലാം നിങ്ങൾ ജോലി ചെയ്ത് ജീവിക്കുക. അധ്വാനിക്കുന്നവന് സമ്പത്തുണ്ടാകും. മടിയനും അവന് ഒന്നും കിട്ടുന്നില്ല. ദരിദ്രനായി പോകുന്നതാനും മടിയാണ് കാരണം. ഉള്ളതിനെ തുറന്ന് പറയുന്നില്ല. അവിടെ നിങ്ങൾ നോക്ക്, നിത്യജീവനെക്കുറിച്ച് യേശു പറയുന്നുണ്ട്. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 വരെ പോഷിപ്പിച്ചു. ഒരപ്പം പോലും പ്രാർത്ഥിച്ച് ചുടാൻ മനസ്സ് കഴിവില്ലാത്തവന്മാരാണ് ആവശ്യമില്ലാത്ത ആശയങ്ങൾ കയറ്റി ദൂതടിച്ചു വിടുന്നത്. ശരി, 5 അപ്പവും 2 മീനും കൊണ്ട് 5000 വരെ പോഷിപ്പിച്ച സ്ഥാനത്ത് ഇതിൽ സംതൃപ്തരായി പോയവരെ യേശു എതിർത്തു. അപ്പത്തിലും ഭൗമിക കാര്യത്തിലും സംതൃപ്തരെ യേശു എതിർത്തിട്ട് പറയുന്നു, അതല്ല ലക്ഷ്യം. നിങ്ങൾ എൻ്റെ പിറകെ തിരിയുന്നത് അപ്പം തിന്നാൻ വേണ്ടിയാണ്. കാറ് വാങ്ങിക്കാനും വണ്ടി കിട്ടാനും ലോണ് കിട്ടാനും വിദേശത്ത് പഠിക്കാൻ പോകാനും മക്കളുടെ കല്യാണത്തിനും ഭൂമിയിലുള്ള കാര്യങ്ങൾ ജോലി ചെയ്യാതെ വല്ലതും ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് പറയാൻ എൻ്റെ പിറകെ തിരിയുന്നത്. അതല്ല, നിത്യജീവന് വേണ്ടി പ്രവർത്തിപ്പിക്കുക, നിത്യജീവന് വേണ്ടി വരിക. അങ്ങനെ പ്രവർത്തിക്കുന്നവൻ നല്ല ശമരിയക്കാരനെ പോലെ പ്രവർത്തിക്കണം. അതാണ് പ്രാപിക്കാൻ. പ്രസംഗിക്കാറില്ലല്ലോ. ശിഷ്യന്മാരോട് യേശു ഒരിക്കൽ പറഞ്ഞു, എൻ്റെ ഉപദേശങ്ങൾ കഠിനമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നെ വിട്ടു പോകണോ തോന്നുന്നുണ്ടോ? കുറച്ച് പേരൊക്കെ പോയി, നിങ്ങളും പൊയ്ക്കോ. വിളിക്കപ്പെട്ടവരനേകര്, തിരഞ്ഞെടുക്കപ്പെട്ടവരെ ചുരുക്കം എന്ന് പറഞ്ഞതുപോലെ നിങ്ങളും പൊയ്ക്കോ. അപ്പോൾ പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്, ഗുരു ഞങ്ങൾ എവിടെ പോകും? നിത്യജീവൻ്റെ മൊഴികൾ നിന്നിലുണ്ടല്ലോ. ഇവന്മാരാരെങ്കിലും ഇന്ന് വരെ നിത്യജീവൻ്റെ മൊഴിയെ പറയാറുണ്ടോ? പറഞ്ഞാൽ അങ്ങോട്ട് ചെലവഴിക്കണം, പറയാതിരുന്നാൽ ഇങ്ങോട്ട് കിട്ടും. മറന്നു പോരുത്, നിത്യജീവൻ പറഞ്ഞാൽ അങ്ങോട്ട് ചെലവഴിക്കുന്ന കാര്യത്തിലൂടെയാണ് പ്രാപിക്കുന്നത്. ഇങ്ങോട്ട് കിട്ടുന്ന കാര്യത്തിലൂടെ പ്രാപിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ബുദ്ധിയായിട്ട് ഇതിന് ഒഴിയുന്നത്. യേശു വ്യക്തമായി പറഞ്ഞു, സകല ദ്രവ്യാഗ്രഹം ഒഴിഞ്ഞുകൊള്ളുവിൻ. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാൽ ജീവൻ്റെ ആധാരമല്ല, അത് സമൃദ്ധി ഉണ്ടാകും. നിൻ്റെ അപ്പൻ്റെ വസ്തുക്കൾ നിമിത്തം സമൃദ്ധി ഉണ്ടാകും. നീ അധ്വാനിച്ച് സമൃദ്ധി ഉണ്ടാകും. നിൻ്റെ കൈകളുടെ പ്രവൃത്തികൾ കൊണ്ട് സമൃദ്ധി ഉണ്ടാകും. അതൊന്നും ജീവൻ്റെ ആധാരമല്ല. ജീവൻ്റെ ആധാരം വേണമെങ്കിൽ ദ്രവ്യാഗ്രഹങ്ങളെ ഒഴിയണം. ഇത് എന്തുമാത്രം ദ്രവ്യാഗ്രഹം ഒഴിയാനുള്ള വാക്ക് പറഞ്ഞ് എന്ത് കാര്യമായിട്ട് ബാധിക്കും? എന്നെ കേൾക്കുന്നവരെ സൂക്ഷിക്കുക. സുവിശേഷം പറയാത്തവന്മാരെ ചൂലെടുത്ത് ഓടിക്കുക, ചാണകവെള്ളം തളിച്ചോടിക്കുക, ചീമുട്ടയെടുത്തെറിഞ്ഞോടിക്കുക, സ്റ്റേജുകൾ കെട്ടിക്കൊടുക്കരുത്, വീട്ടിൽ കയറ്റരുത്. കാര്യം തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, നിത്യജീവൻ ഉണ്ടെന്ന് നിരൂപിക്കുന്നുവല്ലോ. അപ്പോൾ എനിക്ക് സാക്ഷ്യം പറയുന്നു, യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരു സാക്ഷ്യവും പറയാത്ത ഈ മണ്ണാങ്കട്ട കപട ദൈവദാസന്മാർ നിങ്ങളുടെ സമൂഹത്തിൽ നിന്ന് ഓടിക്കാൻ നിങ്ങൾ തയ്യാറാവുക. ഇവന്മാർ യേശു ക്രിസ്തുവായിട്ട് ബന്ധമുള്ളവരല്ല. യോഹന്നാൻ 6:35 ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, എൻ്റെ അടുക്കൽ വരുന്നതിന് വിശക്കുകയില്ല. ഇവന് പറയാറില്ല. യോഹന്നാൻ 6:40 പുത്രൻ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഇതാകുന്നു പിതാവിൻ്റെ ഇഷ്ടം. പിതാവിൻ്റെ ഇഷ്ടം പോലും പറയാത്തവന്മാരെ എന്ത് ചെയ്യണം? എന്നെ കേൾക്കുന്നവരെ പൊന്നുമക്കളെ, ഇവരെല്ലാം ഒഴിയുക. കോട്ടയം മെഡിക്കൽ കോളേജിൽ ആൽവിൻ ഡോക്ടറില്ല, സജിത്ത് ഒരു ഫ്രാഡാണ്. ഇവരെപ്പോലെയുള്ള എല്ലാവരും ഫ്രാഡാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ.